ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇടാമെന്ന് കരുതി. സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ഇതിൽ ചെയ്യാറുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എല്ലാ ഫേസ് പാക്കും തന്നെയാണ് യൂസ് ആക്കാറുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് എന്താ വെച്ചാൽ എൻ്റെ ബോട്ടിലൊക്കെ തീരാറായി, കുറേ ഫേസ് പാക്ക് പൗഡേഴ്സ് എല്ലാം തീരാറായി. അപ്പോൾ അത് വന്നിട്ട് ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാക്കി നല്ല നിറമൊക്കെ വെച്ച് നല്ല സൂപ്പർ ആവണം. സൺടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഒരു ടയേർഡായിട്ടുള്ള ഒരു വീക്കായിരുന്നു, അതുകൊണ്ട് ഒരു പാമ്പറിങ് ഒരു ഫേസ് പാക്ക് ആയിട്ട് യൂസ് ആക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കൂടുതലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് എനിക്ക് ബാക്കി വന്ന ഒരു ഐറ്റം കൂടെ മാത്രമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഞാനങ്ങനെ വലിയ സംഭവമായിട്ട് അങ്ങനെയൊന്നുമല്ല, കുറേ വീഡിയോസ് നമ്മളിപ്പോൾ തന്നെ ചെയ്തില്ലേ. അപ്പോൾ അതിലെല്ലാത്തിനും ഓരോരോ പ്രോബ്ലത്തിന് കൺസേൺ ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് റിലാക്സിങ് ആയിട്ട് പാമ്പറിങ് റുട്ടീൻ പോലെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ടാക്കാം. ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് നൈറ്റ് ആയപ്പോൾ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ സ്കിന്നൊന്ന് വാഷ് ചെയ്തിട്ട് തന്നെയാണ് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് മുടി ഒന്ന് കെട്ടിവെക്കുന്നുണ്ട്. ഹെഡ് ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഹെഡ് ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മുഖത്ത് വരാത്ത രീതിക്ക് മുടിയൊന്ന് പുറകിലോട്ടാക്കി കെട്ടിവെച്ച് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എനിക്ക് ഒഴിയാറായ ഒരു ടബിൽ നിന്ന് ഒരു മുൾട്ടാണി മിട്ടിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു, അതാണ് എടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് ഇന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുൾട്ടാണി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. കൂടുതൽ മുൾട്ടാണി മിട്ടി എടുക്കുക. സ്പെഷ്യലി നമുക്ക് ആ ഒരു ഡൾനെസ് ഉണ്ട്, ടയേർഡായിരിക്കുകയാണ്, സ്കിൻ ആകെ മൊത്തം ഓയിലി ഒരു ഡൾ ഫീലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരു ക്ലേ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുൾട്ടാണി മിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ലേ ആണല്ലോ. അടുത്തതായിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പാക്കിൽ നമ്മൾ അരിപ്പൊടി ചേർക്കണം എന്നുള്ളത് ഓപ്ഷണലാണ്. രണ്ടും പകുതി എടുത്താൽ മതി. രണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും പകുതി ഹാഫ് എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഒപ്പം കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മെയിനായിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഒരു കസ്തൂരി മഞ്ഞൾ വളരെ മൈൽഡാണ്. അതോടൊപ്പം നമുക്ക് നല്ല സ്കിന്നിന് നല്ല സൂത്തിങ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഒന്നാമത് ഇത് എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ, അതുകൊണ്ടും കൂടെയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പാക്കറ്റ് മഞ്ഞൾ പെൺകുട്ടികൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാര്യം ആൺകുട്ടികൾ മീശ വളരില്ല, താടി വളരില്ല എന്ന് പറഞ്ഞ് യൂസ് ആക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും യൂസ് ആക്കാമല്ലോ. നമുക്ക് നല്ലൊരു യെല്ലോ ഗോൾഡൻ ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ മേടിച്ച് വയ്ക്കുക. നല്ലൊരു കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക. അതല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ വാങ്ങിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്കിൽ അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു പിഞ്ച് മാത്രം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഈ ഒരു തൈരിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടയേർഡായിരിക്കുകയാണ്, ഡൾനെസ് ഉണ്ട്, മുഖത്ത് സ്കിൻ ഓൾറെഡി നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു തൈര് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഒന്ന് മെനയില്ലാതിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. ഇപ്പം ഞാൻ മിക്സ് ആക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായിട്ട് തോന്നണില്ലേ, അതുകൊണ്ട് കുറച്ചും കൂടെ തൈര് ചേർത്ത് മിക്സ് ആക്കണമുണ്ട്. ഓയിലി സ്കിൻകാരാണെങ്കിൽ വളരെ കുറച്ച് തൈര് ചേർക്കുക. ബാക്കി നിങ്ങൾ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കട്ടിക്ക് തൈര് എടുക്കുമ്പോൾ ഓയിലിനെസ് സ്കിന്നിൽ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട. ലൈവായിട്ട് ആക്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ
ഒരുപാട് തൈര് യൂസ് ആക്കാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതാണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും നല്ലതായിട്ട് ജെൻറ്റലായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നത്. ഒരല്പമൊക്കെ യൂസ് ചെയ്യാം, അതോടൊപ്പം നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കംപ്ലീറ്റ്ലി തൈരിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാകത്തിന് ബാറ്റർ കൺസിസ്റ്റൻസിയിലാക്കി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ക്ലീൻ ചെയ്ത ഫേസ് ആയതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചെയ്ത് കൊടുത്താൽ മതി. വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കിന്നൊന്ന് ഡള്ളായിട്ടൊക്കെ തോന്നുകയാണ്, നാളെ ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് ഓഫീസിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകണം എന്നാണെങ്കിൽ തലേ ദിവസം നൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ട്, ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെയാണ്, നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് പോകണം എന്നാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. തലേ ദിവസം നൈറ്റ് ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമല്ലോ, ആ സമയത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് വളരെ മൈൽഡാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സിറം അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. പിന്നെ നിങ്ങൾ ആക്റ്റീവ്സ് എന്തെങ്കിലും യൂസ് ആക്കണമെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഈ ഫേസ് പാക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ വേണം യൂസ് ആക്കാനായിട്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലോ ആകാൻ സഹായിക്കും. ഒരുപാട് വിലപിടിപ്പുള്ള നല്ല വലിയ കൂടിയ സിറംസ് ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ടിരിക്കരുത്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ മോയ്സ്ചറൈസ് ആക്കാനും നറിഷ് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചാനലിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫേസ് പാക്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഏതാണോ നിങ്ങൾക്ക് യൂസ് ആക്കാനായിട്ട് പറ്റുന്നത് അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ചെയ്യണം എന്നില്ല, ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് ചെയ്ത് കൊടുത്താൽ മതി. വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് കിട്ടുന്നവരാണെങ്കിൽ ആ ഒരു ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ഇട്ട് കൊടുക്കുക. അതൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഞാനിവിടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. കുറച്ച് തിക്കായിട്ട്, എന്നാൽ ഒരുപാട് വാരി വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കുറച്ചൊന്ന് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതൊരു 15 മിനിറ്റ് നമുക്ക് വെച്ചേക്കാനായിട്ട് പറ്റുള്ളൂ. 15 മിനിറ്റിനുള്ളിൽ ഇത് ഡ്രൈ ആയി പോവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ കൈകൊണ്ട് തളിച്ചു കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ സമയം വെച്ചിരിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ ഒന്ന് വെള്ളം നിറയെ തളിച്ചു കൊടുത്ത് വാഷ് ചെയ്ത് കളയുക. അല്ലാതെ ഡ്രൈ ആയിട്ട് പാക്ക് വീണ്ടും നമ്മുടെ സ്കിന്നിലോട്ട് വെച്ചിരിക്കരുത്. അത് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ കൂടെ വലിച്ചെടുക്കും. അപ്പോൾ സ്കിന്ന് വീണ്ടും ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മളപ്പം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണ് സ്കിൻ കെയർ ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. എല്ലാം സെറ്റാണെങ്കിൽ പോലും നിങ്ങളിതിൻ്റെ ആഫ്റ്റർ കെയർ മറക്കരുത്. നമ്മൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നമ്മളൊരു മോയ്സ്ചറൈസർ എങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ രാവിലെ ചെയ്യുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. അതല്ല രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നൈറ്റ് ടൈമിലുള്ള സ്കിൻ കെയർ എന്താണോ ചെയ്യുന്നത് അത് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ നൈറ്റ് ചെയ്യുന്ന മാതിരി റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാനിങ്ങനെ കുപ്പിയോടെയൊക്കെ ഒഴിക്കുന്നത് അതിലൊന്നും വരില്ല കേട്ടോ, ആകെ കൂടെ 1-2 ഡ്രോപ്പ് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഞാനതിങ്ങനെ ഫേസിലോട്ട് ആക്കി അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം ഇതൊന്ന് സെറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കെയർ വേണം, ഇൻറ്റൻസ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ വേണം, ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്കത് യൂസ് ആക്കാം. ഇപ്പം ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും എല്ലാം വിവിധ തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. അതിലേതാണോ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റുന്നത് കയ്യിലുള്ളത് അത് നോക്കി ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം, നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഐറ്റംസ് പ്രോഡക്റ്റ്സ് വേണം നമ്മൾ ചൂസ് ആക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുണവും കിട്ടത്തുമില്ല, ദോഷം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഏതാണോ സെറ്റ് ആവുന്നത് അത് മാത്രം നോക്കി വാങ്ങുക. ആദ്യം 1-2 തവണയൊക്കെ നമുക്ക് തെറ്റ് പറ്റും, അപ്പോൾ നമ്മൾ വലിയ കാര്യമാക്കണ്ട. ജസ്റ്റ് വീണ്ടും വേറെ പ്രോഡക്റ്റ്സ് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് വാങ്ങിച്ച് യൂസ് ആക്കുക. അത്രയേ ഉള്ളൂ. കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, ഒരുപാട് വീഡിയോസ് കാണുക, പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നല്ലൊരു ഡിസിഷൻ എടുക്കുക, ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഏത് പ്രായക്കാർക്കും സ്കിൻ കെയർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മളുടെ ഈ ഒരു റുട്ടീൻ, ഈ ഒരു ഫേസ് പാക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.